Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബൈ കൺവേർഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഡിബഞ്ചർ റിഡംഷൻ ബൈ കൺവേർഷനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു പോയി എന്നല്ലാതെ അല്ലേ, ഒരു വീഡിയോയിലെന്തോ പറഞ്ഞു പോയി എന്നല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ കൺവേർഷൻ മെത്തേഡിനെ കുറിച്ച് കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ക്ലിയർ? സോ മെത്തേഡ്സ് ഓഫ് റിഡംഷനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ്, ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡാണ് റിഡംഷൻ ബൈ കൺവേർഷൻ. ഇപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഓൾഡ് ഡിബഞ്ചേഴ്സിനെ, അല്ലെങ്കിൽ ഡിബഞ്ചർ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഡിബഞ്ചേഴ്സിനെ റീപേ ചെയ്യുന്ന സമയത്ത്, റെഡീം ചെയ്യുന്ന സമയത്ത് ക്യാഷായിട്ട് പേ ചെയ്യുന്നതിന് പകരം അതിനെന്ത് ചെയ്യുന്നു, പുതിയ സെക്യൂരിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇതിനാണ് ഡിബഞ്ചർ റിഡംഷൻ ബൈ കൺവേർഷൻ. ക്ലിയർ? സോ പ്രീവിയസ് ഡിബഞ്ചർ ഓർ ഓൾഡ് ഡിബഞ്ചർ ഓർ എക്സിസ്റ്റിംഗ് ഡിബഞ്ചർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ന്യൂ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി. ഈ സെക്യൂരിറ്റി, പുതിയ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി എന്തൊക്കെയാവാം? മേ ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ ഡിബഞ്ചർ, ഒരു ഡിബഞ്ചറിനെ മാറ്റി വേറെ ഡിബഞ്ചർ ആക്കി കൊടുക്കാം. ക്ലിയർ? ഓർ മേ ബി കൺവേർട്ടഡ് ഇൻ ടു പ്രിഫറൻസ് ഷെയർസ്. ക്ലിയർ? അപ്പോൾ ഡിബഞ്ചറിന്റെ പകരമായിട്ട് പ്രിഫറൻസ് ഷെയർ കൊടുക്കാം. ഓർ മേ ബി കൺവേർട്ടഡ് ടു ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ചെയ്യാം. അപ്പോൾ സെക്യൂരിറ്റീസ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഡിബഞ്ചർ ആണെങ്കിൽ, പുതിയ ഡിബഞ്ചർ ആണെങ്കിൽ നമ്മൾ പുതിയ ഡിബഞ്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ? അല്ല, പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യും. ഇക്വിറ്റി ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഓൾഡ് ഡിബഞ്ചേഴ്സിൻ്റെ ലയബിലിറ്റി ഒബ്ലിഗേഷൻ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് ഡിബഞ്ചർ റിഡംഷൻ. സോ ഇത്തരത്തിൽ ഡിബഞ്ചേഴ്സിനെ മറ്റുള്ള സെക്യൂരിറ്റീസായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് റിഡീം ചെയ്യുന്ന ഈ മെത്തേഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ? സോ ആദ്യം നമുക്ക് ലീഗൽ പ്രൊവിഷൻസ് റിഗാർഡിംഗ് റിഡംഷൻ ഓഫ് ഓർ റിഡംഷൻ ബൈ കൺവേർഷൻ. പോയിന്റ് നമ്പർ 1. So according to the Companies Act, no convertible portion of debenture cannot be redeemed by conversion. നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ 2-3 ടൈപ്പായിട്ട് പറയാറുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ ഇഷ്യൂവിൻ്റെ കേസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയാണത്? ദറ്റ് ഈസ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ, NCD എന്ന് പറയും. ക്ലിയർ? ദീസ് ഡിബഞ്ചേഴ്സ് കൻ നോട്ട് ബി കൺവേർട്ട് ഇൻ ടു അനദർ സെക്യൂരിറ്റി. ക്ലിയർ? സോ ദേ ആർ നോൺ കൺവേർട്ടബിൾ. ഓക്കെ. അതുപോലെ തന്നെ PCD, പാർട്ട്ലി കൺവേർട്ടബിൾ ഉണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ക്ലിയർ? ഇപ്പോൾ ഇവിടെ ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറിനെ കൺവേർട്ട് ചെയ്യാൻ പാടില്ല. പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ ഈ പാർട്ട്ലി കൺവേർട്ടഡ് ഡിബഞ്ചേഴ്സിൽ തന്നെ കൺവേർഷബിൾ ഓർ കൺവേർട്ടബിൾ പോർഷൻ എത്രയാണോ അതിന് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഈ രീതിയിൽ വേണം അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. Then second point. So as payment is not made in cash, there is no requirement of DRR. Clear? So as per Companies Act, we are required to maintain debenture redemption reserve. Clear? At the rate of 25% of the outstanding debenture amount. Clear? So here, as debentures are not redeemed out of cash, there is no cash payment, and therefore there is no requirement of creating DRR. Then the debenture holders have to pay for this type of redemption. Clear? So apply for this type of redemption. Clear? So for converting existing debenture into new debenture, clear? So the existing debenture holders needs to apply or give their option, clear, or their consent for conversion. Then in case of conversion, debentures originally issued at a discount. So before the redemption date, discount on redemption of debenture account is to be credited. Clear? ഇപ്പോൾ സാധാരണ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിലാണെങ്കിൽ ആ ഡിസ്കൗണ്ട് ആൻഡ് ഇഷ്യൂ എന്ന് പറയുന്നതിന് ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നു, അങ്ങനെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിബഞ്ചർ കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്, കൺവേർഷൻ ഡേറ്റിന് മുമ്പായിട്ട് അത്തരം ഡിബഞ്ചേഴ്സിൻ്റെ ഫലമായിട്ട് വന്നിരിക്കുന്ന ഡിബഞ്ചർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ? അതിൽ ബാലൻസ് ഉണ്ടാവാൻ പാടില്ല. ദെൻ സോ ദ debenture holders who are not willing to be converted into another securities or other type of securities are to be paid in cash. Okay? അപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ വില്ലിങ് ആയിരിക്കില്ല. അപ്പോൾ നോൺ വില്ലിങ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ,
കൺവേർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ക്യാഷ് ആയിട്ടത് പേ ചെയ്യുകയും വേണം. ഇത്തരം കാര്യങ്ങൾ ഡിബഞ്ചർ റിഡംഷൻ്റെ കേസിൽ, കൺവേർഷൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഡിബഞ്ചർ റിഡംഷൻ ബൈ കൺവേർഷൻ കമ്പനിക്കും ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലിയർ? സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ദ കമ്പനി? സോ എനി ഫിനാൻഷ്യൽ സോഴ്സ് ഇറ്റ്സ് നോട്ട് നീഡഡ് ഫോർ റിഡംഷൻ, അല്ലേ? ജസ്റ്റ് ഇറ്റ് ഈസ് എ കൺവേർഷൻ. ക്ലിയർ? ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്തില്ല, ദർ ഇസ് നോ ഫണ്ട് റിക്വയർമെൻറ്റ്, റിസോഴ്സ് റിക്വയർമെൻറ്റ്. ക്ലിയർ? ഇറ്റ് ഹാസ് നോ അഡ്വൈസ് എഫക്റ്റ് ഓൺ ദി വർക്കിംഗ് ക്യാപിറ്റൽ. ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട്, ക്യാഷ് പോകാത്തതുകൊണ്ട്, ലിക്വിഡ് ക്യാഷ് കണ്ടെത്തേണ്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്ഫ്ലോ വരാത്തതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റലിനെ ഇത് ബാധിക്കുന്നില്ല. ദെൻ ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് കൺവേർഷൻ, അല്ലേ? അതുകൊണ്ട് പ്രോഫിറ്റ് എന്നൊരു നിശ്ചിത ശതമാനം, അല്ലേ, മാറ്റിവെച്ച് DRR ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് നീഡഡ് ഫോർ റിഡംഷൻ, അല്ലേ? DRR ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലേ? റിഡംഷന് വേണ്ടി ആ ഫണ്ട് ഉപയോഗിച്ച്, DRR ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതും ഇവിടെ ആവശ്യമില്ല. ഓക്കെ. Then advantage to the debenture holders. The debenture holders can participate in profits and management of the company. Clear? Debenture holders എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം they can participate in the profit and management of the company. Clear? അവരെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആയിട്ട് ആദ്യം വരുന്നുവെങ്കിൽ പിന്നീട് if they are converted into either preference shares or equity shares, clear, they will get entitlement in their profit of the company. Clear? And therefore they are also getting a chance to participate in the affairs of company and management. Clear? Then conversion depends upon the will of the shareholders, not forcibly. അതുപോലെ കൺവേർഷൻ എന്താണ്, ഓപ്ഷൻ അനുസരിച്ചിട്ടാണ്. ക്ലിയർ? ദോസ് ഷെയർ ഹോൾഡേഴ്സ്, ദാറ്റ് ഈസ് ദോസ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഹു ആർ വില്ലിംഗ് ടു കൺവേർട്ട് ദെയർ എക്സിസ്റ്റിംഗ് ഡിബഞ്ചർ ഇൻ ടു ന്യൂ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ്, clear, will only be converted. Clear? Others will get their redemption amount in cash, and therefore there is no compulsion. Then debenture holders accept this type of redemption in hope of higher interest or dividend. Clear? Usually ഡിബഞ്ചറിനെ ഒരു എക്സിസ്റ്റിംഗ് ഡിബഞ്ചറിനെ കൺവേർട്ട് ചെയ്തിട്ട് മറ്റൊരു പുതിയ ഡിബഞ്ചർ ആക്കി മാറ്റുമ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് റേറ്റിനേക്കാളും കൂടുതൽ റേറ്റിനായിരിക്കും എന്ത് ചെയ്യുക, പുതിയ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഒരു ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അല്ലെങ്കിലോ നിലവിലുള്ള ഡിബഞ്ചർ ഇൻട്രസ്റ്റ് റേറ്റിന്, കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിന് പകരം അവർക്ക് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ, അല്ലേ, ഡിസ്ട്രിബ്യൂട്ടഡ് എമൗണ്ട് ആയിട്ടുള്ള ഡിവിഡൻഡ്, ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് അവർക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനുണ്ട്. ക്ലിയർ? ആൻഡ് വാട്ട് ആർ ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്? സോ when debentures are redeemed by conversion at par on maturity and new shares or debentures are issued at par. Clear? അപ്പോൾ ഇവിടെ രണ്ട് ഇങ്ങനെയുള്ള കേസ് വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത്, ആ ഡിബഞ്ചർ നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്ന ഡിബഞ്ചർ, കൺവേർട്ടിബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന സമയത്ത് പാറിലാണോ, ഡിസ്കൗണ്ടിലാണോ, പ്രീമിയത്തിലാണോ നോക്കണം. രണ്ടാമത്തെ കേസ് അതേപോലെ തന്നെ. ക്ലിയർ? ഇത് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന, കൺവേർട്ട് ചെയ്യപ്പെടുന്ന സെക്യൂരിറ്റി, അല്ലേ, കൺവേർഷൻ്റെ ഫലമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന പുതിയ സെക്യൂരിറ്റി, അത് ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണോ, പ്രീമിയത്തിലാണോ, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലാണോ നോക്കണം. അപ്പോൾ ഇതനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ജേർണൽ എൻട്രീസ് ചെയ്താൽ. അപ്പോൾ ഇവിടെ ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രീവിയസ്ലി issued at par. Clear? New securities are issued at par. Clear? Old debentures issued at par, new securities issued at par. ആ കേസിൽ വരുന്ന പാറായിട്ട് വരുന്ന സിറ്റുവേഷൻ. ക്ലിയർ? സോ നമ്പർ 1, ഡിബഞ്ചേഴ്സ് ഓൾഡ്, അല്ലേ, ഓൾഡ് ഡിബഞ്ചർ. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും കാണിക്കുക. ക്ലിയർ? സോ മേ ബി 8% ഡിബഞ്ചർ ആണ്, 8% ഡിബഞ്ചർ അക്കൗണ്ട്. ക്ലിയർ? അപ്പോൾ റിഡംഷൻ ഡ്യൂ ആവുന്ന സമയത്ത് നമ്മൾ ഏതൊന്നും ജേർണൽ എൻട്രി ചെയ്താ ഡിബഞ്ചർ അക്കൗണ്ട് ഡേറ്റ്. അപ്പോൾ ക്യാൻസൽ ചെയ്തു, ആർക്ക് കൊടുക്കാണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ? സോ ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഡിബഞ്ചറിനാണ് കൊടുത്തിരിക്കുന്ന, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ? ഡെബിറ്റ് ചെയ്യുക. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ന്യൂ ഡിബഞ്ചർ ഓർ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓർ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ക്ലിയർ? ദിസ് ഈസ് വെൻ ന്യൂ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ഓർ കൺവേർട്ടഡ്. ക്ലിയർ? അപ്പോൾ when conversion become due, we will write debenture account to debenture holders. Clear? So on conversion, clear, the time of issue of new securities as a result of conversion, clear, debenture holders account will be debited and new debenture account or share capital will be credited. Okay. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് ജേർണൽ എൻട്രി എഴുതുന്നതിന് പകരം നമുക്ക് ഒറ്റ ജേർണൽ എൻട്രി ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ക്ലിയർ? സാധാരണ മുഴുവൻ ഡിബഞ്ചർ ഹോൾഡേഴ്സും ക്ലിയർ കൺവേർട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ജേർണൽ എൻട്രി ചെയ്താൽ മതി. ക്ലിയർ? അതല്ല, പാർട്ടിൽ കുറച്ച് പേര് സമ്മതിച്ചിട്ടുണ്ട്, കുറച്ച് പേർക്ക് ക്യാഷ് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മുഴുവൻ എമൗണ്ടിനെയും ഡിബഞ്ചർ ഹോൾഡേഴ്സിൽ ക്രെഡിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക,
ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് ക്ലിയർ ന്യൂ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടത് എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ട്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ചെയ്യേണ്ടതുകൊണ്ട് ഡിബഞ്ചർ ഹോൾഡർ 2 ജേർണൽ എൻട്രി ആയിട്ട് എഴുതുന്നത്. അതല്ല മുഴുവൻ ഡിബഞ്ചേഴ്സും പുതിയ ഡിബഞ്ചറായിട്ടോ ഷെയർ ക്യാപിറ്റലായിട്ടോ ആണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒറ്റ ജേർണൽ എൻട്രി ചെയ്യാൻ മതി. എന്ത്? ഓൾഡ് ഡിബഞ്ചർ അക്കൗണ്ട് അല്ലേ, അതിനെ ഡെബിറ്റ് ചെയ്യുന്നു ടു അല്ലേ ന്യൂ സെക്യൂരിറ്റീസിന് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, പുതിയ ഡിബഞ്ചർ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ എഴുതിയാലും മതിയാവും. ക്ലിയർ? സോ നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ. എക്സാമ്പിൾ നമ്പർ 16. So A Limited issued 60,000 8% debenture of 100 each, redeemable after 4 years by converting them into equity shares of 10 each. Okay, so here debentures are converted into equity shares of 10 each. Okay, then record journal entries for issue and redemption of debentures. Clear? Issue in the journal entry, redemption in the journal entry. So ignore entries of payment of interest. ഇൻട്രസ്റ്റിൻ്റെ കാര്യം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് എഴുതാം. ക്ലിയർ? അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നോക്കാം, എൻട്രി നോക്കാം, എൻ്റെ സൊല്യൂഷൻ നോക്കാം. സോ അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ. ക്ലിയർ? സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ അല്ലേ, പൈസ കിട്ടി. ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് കൊടുത്തിട്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 8% ഡിബഞ്ചർ അക്കൗണ്ട് വന്നിട്ട് മൊത്തത്തിൽ ഒറ്റ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താൽ മതി. ക്ലിയർ? സോ 60 lakh rupees. എങ്ങനെയാണ് 60 lakh കിട്ടുക? ദാറ്റ് ഈസ് 60,000 into 100. Clear? So that will give you 60 lakh. Okay, 8% ഡിബഞ്ചർ. അപ്പോൾ ഒറ്റ എൻട്രി ആയിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ടു 8% ഡിബഞ്ചർ 60 lakh. ഇപ്പോൾ 2 എൻട്രി ആയിട്ട് എഴുതുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് 60 lakh അല്ലേ, ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ആയിട്ട് 60 lakh, ദെൻ ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ആയിട്ട് ടു 8% ഡിബഞ്ചർ അക്കൗണ്ട് 60 lakh. ഇങ്ങനെ നമുക്ക് 2 എൻട്രി ആയിട്ട് എഴുതാം. ദെൻ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ വാട്ട് ഇസ് എൻട്രി? 8% ഡിബഞ്ചർ അക്കൗണ്ട്. ക്ലിയർ? അതിനെ റിഡീം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ? 60 lakh 60 lakh. അപ്പോൾ ഡിബഞ്ചർ വിൽ ബി ഗെറ്റ് ക്യാൻസൽ. അപ്പോൾ നേരത്തെ തന്നുള്ള ഡിബഞ്ചർ എന്ത് ചെയ്തു? ക്യാൻസൽഡ് ആയി. ക്ലിയർ? ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ പൈസ കൊടുക്കാനുണ്ട്, ഓബ്ലിഗേഷൻ. ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, എന്നിട്ടോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, നരേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്തും? ഇഷ്യൂ ഓഫ് 6 lakh equity shares at the rate of 10 each. Clear? For redemption of debenture by conversion. അപ്പോൾ 60 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയറാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6 ലക്ഷം ഷെയർസ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ 6 lakh ഇക്വിറ്റി ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 each നമ്മൾ ഇഷ്യൂ ചെയ്യണം. ക്ലിയർ? എന്തിനു വേണ്ടിയിട്ട്? ഫോർ കൺവേർഷൻ. സോ കൺവേർഷൻ എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് ജേർണൽ എൻട്രീസ് എഴുതാം. ദെൻ when debentures are redeemed by conversion at premium on maturity, then new shares or debentures are issued at par. അപ്പോൾ ഒറിജിനലി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ പ്രീമിയത്തിലായിരുന്നു. ക്ലിയർ? ദാറ്റ് ഈസ് വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് ബൈ കൺവേർഷൻ അറ്റ് പ്രീമിയം അറ്റ് മെച്യൂരിറ്റി. ഓക്കെ, അത് ഓൾഡ് ഡിബഞ്ചറിനെ മെച്യൂരിറ്റി സമയത്ത് പ്രീമിയത്തിൽ റിഡീം ചെയ്യുന്നു. ബട്ട് ന്യൂ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ. ക്ലിയർ? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും പാറിലാണ്. ക്ലിയർ? പഴയ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം. ക്ലിയർ? ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് അറ്റ് പാർ. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജേർണൽ എൻട്രി എന്താണ്? ക്ലിയർ? സോ ഡിബഞ്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിബഞ്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. വൈ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് അല്ലേ? ഇത് ഈ എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്ട്രാ കൊടുക്കുന്ന എമൗണ്ട്. ക്ലിയർ? ഇതിന് നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഇഷ്യൂ സമയത്തുള്ള ജേർണൽ എൻട്രി എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് അല്ലേ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് വന്ന് ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന എമൗണ്ട്. ക്ലിയർ? അത് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ടിൽ 100 രൂപയാണെന്ന് വിചാരിക്കുക, പ്രീമിയം 10 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായി? 110 രൂപ കൊടുക്കാം. ഈ 110 രൂപ എന്ത് ചെയ്യണം? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ? സോ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 110. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഡിബഞ്ചർ അക്കൗണ്ടിനെയും പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിനെയും ഡെബിറ്റ് ചെയ്യുന്നു, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ? അതിനെ പാറിൽ നമ്മൾ റിഡീം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഡിബഞ്ചർ ഹോൾഡേഴ്സിൽ എത്ര എമൗണ്ട് ആണോ കൊടുക്കാനുള്ളത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് വേണം എന്ത് ചെയ്യാൻ? പുതിയ ഡിബഞ്ചറോ ഷെയർ ക്യാപിറ്റൽ. സേ ഫോർ എക്സാമ്പിൾ 110 ആണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100 rupees ആയിരുന്നു ഡിബഞ്ചറിൻ്റെ വില. ക്ലിയർ? 10 രൂപ പ്രീമിയം ആണ്. അപ്പോൾ ടോട്ടൽ കൊടുക്കാനുള്ള 110 ആണ്. അപ്പോൾ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എത്ര? 110. ക്ലിയർ?
to ന്യൂ ഡിബഞ്ചർ അക്കൗണ്ട് അല്ലെങ്കിൽ ന്യൂ ഷെയർ ക്യാപിറ്റൽ 110 110 രൂപയ്ക്ക് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ എത്രയാണോ നമുക്ക് ടോട്ടൽ കൊടുക്കാനുള്ള ആ എമൗണ്ടിന് വേണം അറ്റ് പാർ ആയിൽ, അല്ലേ, പാറിലാണ് നമ്മൾ കൺവേർഷൻ സമയത്ത് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് കൊടുക്കാനുള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഹിയർ ഈസ് ദ എക്സാമ്പിൾ. എക്സ് ലിമിറ്റഡ് ഇഷ്യൂ 2008% debentures of 100 each at par and redeemable at 10% premium by converting debenture into equity shares of 10 each at par. Okay, 2000 8% debentures of 100, 2000 into 100, clear? So that will give you 2 lakh rupees. ഇപ്പോൾ 2 ലക്ഷം രൂപയുടെ ഡിബഞ്ചറാണ് നമുക്ക് റിഡീം ചെയ്യുന്നത് അറ്റ് 10% പ്രീമിയം. ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ 10%. അപ്പോൾ 20,000 രൂപ എന്ത് കൊടുക്കണം? പ്രീമിയം ആയിട്ട് കൊടുക്കണം. ക്ലിയർ? സോ 2 lakh into 10/100 that is equal to 20,000 will be payable as premium on redemption. Okay, then converting equity shares of 10 each at par. ഇതിന് പകരമായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്താ? ഇക്വിറ്റി ഷെയർ ആണ്, പാറിലാണ് 10 രൂപ വരെയുള്ള ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ക്ലിയർ? റൈറ്റ് ജേണൽ എൻട്രി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇവിടെ ആദ്യത്തെ ജേണൽ എൻട്രി എഴുതുന്നു, അല്ലേ? റിഡംഷൻ ഡ്യൂ ആവുന്ന സമയത്തുള്ള എൻട്രി. വാട്ട്സ് എൻട്രി? 8% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 2 ലക്ഷം രൂപയുടെ പാർ വാല്യൂ ക്യാൻസൽ ചെയ്തു. പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ 20,000 റുപ്പീസ് ഡെബിറ്റ് ചെയ്തു. രണ്ടും കൂടെ ചേർത്ത് 2,20,000 റുപ്പീസ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ റിക്വയർഡ് ടു പേ 2,20,000 റുപ്പീസ്. ഓക്കെ, ഇനി നമ്മൾ കൺവേർട്ട് ചെയ്യണം. ക്ലിയർ? സോ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്തു 2,20,000 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2,20,000. ഓക്കെ, അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് തന്നെ മുഴുവനായിട്ട് കൊടുക്കുന്നു. പാർ വാല്യൂ മാത്രമല്ല പ്രീമിയം കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലേ? നരേഷ് ചെയ്തും എന്ത് ചെയ്തും? ഇഷ്യൂ ഓഫ്, അല്ലേ? എത്ര ഷെയർ ആണ് വരുന്നത്? ദറ്റ് ഈസ് 22,000 ഷെയർസ്, 22,000 equity shares of rupees 10 each, as a result of conversion of debenture, on account of conversion of debenture. So ഇങ്ങനെ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ കൊടുക്കാനുള്ള പ്രീമിയം കൂടെ ചേർത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കൺവേർട്ട് ചെയ്യുന്ന സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാം. ക്ലിയർ? So next is when debentures are redeemed by conversion at par at maturity and new shares or debentures are issued at premium. തിരിച്ചും ആവാം, അല്ലേ? ഇങ്ങനെ ആവാം. റിഡീം ചെയ്യുന്നത് എന്തിലായിരുന്നു? ദാറ്റ് ഈസ് redemption of debenture is at par. Clear? On maturity it will be redeemed at par. Clear? അതിനു വേണ്ടിയുള്ള കൺവേർട്ടബിൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്ന സെക്യൂരിറ്റി ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന കൺവേർഷൻ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? എഗെയിൻ നമ്മൾ ജേണൽ എൻട്രി വരുന്ന സമയത്ത് ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ക്ലിയർ? സോ ദിസ് ഇസ് എ നോർമൽ എൻട്രി ഫോർ റിഡംഷൻ. ക്ലിയർ? ദാറ്റ് വെൻ റിഡംഷൻ ബിക്കം ഡ്യൂ. ഓക്കെ, പാറിലായതുകൊണ്ട് 100 രൂപയാണെങ്കിൽ 100 രൂപ തന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ? ഇനി അടുത്തുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് 100 റുപ്പീസ് തന്നെയാണ്. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ദെൻ ടു ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രീമിയത്തിലാണ് അത് റെഡീം ചെയ്യുന്നത്, അല്ലേ? ദാറ്റ് ഈസ് കൺവേർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. അതിൽ 10 രൂപ പ്രീമിയമാണെന്ന് വിചാരിക്കുക. 90 രൂപയാണ് ഷെയർ എന്ന് വരിക. ക്ലിയർ? അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? 100 റുപ്പീസാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ എത്ര ചെയ്തും? 90 ചെയ്തും. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എത്ര ചെയ്തും? 10 ചെയ്തും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്യണം. ക്ലിയർ? ബിക്കോസ് ദ ന്യൂ സെക്യൂരിറ്റി ഇഷ്യൂഡ് ഈസ് അറ്റ് പ്രീമിയം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ പുതിയ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയത്തിനെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ബാക്കിയുള്ള പോർഷൻ മാത്രമേ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാര്യം. ക്ലിയർ? അപ്പോൾ ആകെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ടിന് എന്ത് ചെയ്യണം? നീഡ്സ് ടു ബി സ്പ്ലിറ്റ് ബിറ്റ്വീൻ ക്ലിയർ ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം. ക്ലിയർ? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടിലേക്കും ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സോ എക്സാമ്പിൾ നമ്പർ 18. ഓക്കെ, സോ എക്സ് ലിമിറ്റഡ് ഇഷ്യൂ 80,000 9% debentures of 100 each at premium of 5% on April 1, 2018. Redeemable at par by conversion of debentures into shares of rupees 20 each at a premium of 5 per share. Clear? On March 31, 2020, record necessary journal entries for the issue and redemption of debenture. Clear? 80,000 debentures on 100 rupees. Clear? So what is the amount?
80 lakh rupee. Clear? 80 lakh rupees is the total amount of debenture issue. Okay. അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നതോ അറ്റ് പ്രീമിയം ഓഫ് 5%. ഓക്കെ, 5% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 80 ലക്ഷത്തിൻ്റെ 5% പ്രീമിയം. ക്ലിയർ? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ 4 lakh റുപ്പി വരും. അപ്പോൾ 4 lakh rupees കൂടെ ചേർക്കണം. അപ്പോൾ 84 lakh rupees നമുക്ക് ഇഷ്യൂ സമയത്ത് കിട്ടും. ആ 84 lakh റുപ്പി നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കടിച്ചത് അല്ലേ? ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ടു. ക്ലിയർ? 8%, ദാറ്റ് ഈസ് 9% ഡിബഞ്ചർ അക്കൗണ്ട്. ക്ലിയർ? സോ വാട്ട് ഈസ് എമൗണ്ട്? ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഡിബഞ്ചർ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റിൽ കടിച്ചതിന്, പിന്നെ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ഡെബിറ്റ് ചെയ്തിട്ട് കടിച്ചത്. ക്ലിയർ? നമ്മൾ ഒറ്റ എൻട്രി ചെയ്തുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് അറ്റ് 8,40,000. ഇത് നമുക്ക് വേണ്ട അല്ലേ? പിന്നെ എന്ത് ചെയ്താൽ മതി? 9% ഡിബഞ്ചർ അക്കൗണ്ട് 80 lakh, 80 ലക്ഷം രൂപ. ക്ലിയർ? ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 4 lakh rupees. അങ്ങനെ ഒറ്റ എൻട്രി ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സോ 9% ഡിബഞ്ചർ അക്കൗണ്ടിൽ 80 lakh rupees ക്രെഡിറ്റ് ചെയ്തു. 4 lakh rupees സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലും ക്രെഡിറ്റ് ചെയ്തു. ഇഷ്യൂ സമയത്തുള്ള പ്രീമിയമാണ് ഇത്. ഓക്കെ, റൈറ്റ്. ദെൻ ഇനി നമ്മൾ ഇൻട്രസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇഗ്നോർ ചെയ്യാണ്. ഇതിനെ കൺവേർട്ട് ചെയ്ത കാര്യങ്ങൾ നോക്കാം. ക്ലിയർ? കൺവേർഷൻ വരുന്ന സമയത്ത്, റിഡംഷൻ വരുന്ന സമയത്ത് 9% ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ്? 80 lakh അല്ലേ? ഇവിടെ റിഡീം ചെയ്യുന്നത് പാറിലാണ്. ക്ലിയർ? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 80 lakh. Clear? So debentures 9% debenture account to debenture holders account 80 lakh rupees. Okay, so that is a journal entry when redemption become due for payment. Clear? Then ഇവിടെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല. ഇൻസ്റ്റഡ് ഓഫ് പേയിങ് ക്യാഷ് we are converting debentures into equity shares. Clear? The value of equity share is 20 rupees and we are redeeming or converting, clear, at a premium of 5. Clear? 5 രൂപയുടെ പ്രീമിയം കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ 20 + 5, സോ ടോട്ടൽ ഈസ് 25 rupees. അപ്പോൾ 25 രൂപയ്ക്കായിരിക്കും നമ്മളിത് ചെയ്യേണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം എടുക്കാൻ. ഓക്കെ, ദെൻ ഇപ്പോൾ നമുക്ക് നോക്കാം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആകെ കൊടുക്കാനുള്ള 80 lakh റുപ്പിയാണ്. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇനി ഇതിൻ്റെ പ്രപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഏതിൻ്റെ പ്രപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യണം? ഈ 80 lakh rupeesനെ ക്ലിയർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട് എടുക്കണം. ക്ലിയർ? അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം ആയിട്ടും എടുക്കണം. ക്ലിയർ? അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ അതാണ് ഇവിടെ കാൽക്കുലേഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും, നോക്കുക. ക്ലിയർ? സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലേ, അതിൽ എത്ര കാണിക്കും? സോ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആകെ കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ്? 80 lakh. ക്ലിയർ? ഓക്കെ, ഇൻറ്റു 20 / 25. ഓക്കെ, ആകെ അല്ലേ നമ്മൾ 20 രൂപയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ വില. ക്ലിയർ? ഓക്കെ, 25 രൂപ എങ്ങനെയാണ് കിട്ടുന്നത്? 20 + 5. ക്ലിയർ? പ്രീമിയം കൂടെ ചേർത്തിട്ട്. ക്ലിയർ? 80 ലക്ഷം രൂപയാണ് നമുക്ക് ആകെ ഉള്ളത്. അപ്പോൾ 80 lakh ഇൻറ്റു 20/25. ഓക്കെ, സോ 80 lakh ഇൻറ്റു 20/25 വിൽ ഗിവ് യു 64 lakh. ഓക്കെ, 64 ലക്ഷം. സോ ദിസ് ഈസ് ക്രെഡിറ്റഡ് ഇൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ക്ലിയർ? സോ ദ ബാലൻസ് എമൗണ്ട് അല്ലേ, ബാലൻസ് എമൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരും? 80 lakh അല്ലേ ഇൻറ്റു 5/25. ഓക്കെ, എന്താ ഈ 5 പ്രീമിയം. അപ്പോൾ പ്രീമിയത്തിൽ എത്ര ക്രെഡിറ്റ് ചെയ്യും? ഇപ്പോൾ 25 പ്രീമിയത്തിൽ എത്ര ക്രെഡിറ്റ് ചെയ്യും? അങ്ങനെ വരുമ്പോൾ എത്ര വരും? 16 lakh ആണ് വരിക. ക്ലിയർ? സോ 80 lakh ഇൻറ്റു 5/25 will, that is 16 lakh will be credited to securities premium account. Then 80 lakh into, clear, 20/25, clear, that will be credited to equity share capital. അപ്പോൾ 64 lakh equity share capital കിട്ടും, 16 lakh securities premium account കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 80 lakh rupees കൊടുക്കാം. അപ്പോൾ കൊടുക്കാനുള്ള എമൗണ്ടിന് എന്ത് ചെയ്യണം? we need to split it to between capital and premium. Clear? As conversion securities are issued at premium. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ കൊടുക്കാനുള്ള എമൗണ്ടേ നമ്മൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 80 lakh നമ്മൾ ആകെ കൊടുക്കാനുള്ളൂ. അതിൽ 16 ലക്ഷം പ്രീമിയമാണ്, ബാക്കിയുള്ള 64 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ. അതെങ്ങനെയാണ് കിട്ടിയതപ്പോൾ ഒന്നുകൂടെ പറയാം. 80 lakh ഇൻറ്റു 20/25 ഫേസ് വാല്യൂ ഡിവൈഡ് ബൈ ഇഷ്യൂ പ്രൈസ്. ക്ലിയർ? ഫേസ് വാല്യൂ ഡിവൈഡ് ബൈ ഇഷ്യൂ പ്രൈസ്. അതുപോലെ പ്രീമിയം എങ്ങനെ കിട്ടി? പ്രീമിയത്തിൻ്റെ എമൗണ്ട് ദാറ്റ് ഈസ് 80 lakh ഇൻറ്റു, ക്ലിയർ, പ്രീമിയം എത്രയാണ്? പ്രീമിയം 5/25, 25 5 രൂപ പ്രീമിയം. അപ്പോൾ അതിൻ്റെ പ്രപ്പോർഷൻ. ക്ലിയർ? അപ്പോൾ പ്രീമിയം ഡിവൈഡ് ബൈ ഇഷ്യൂ പ്രൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നരേഷൻ എന്ത് ചെയ്തും? ഇനി 20 രൂപയാണ് ഷെയർ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? 64 lakh ഡിവൈഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് ഷെയർസ് കിട്ടും. ക്ലിയർ? സോ അത്രയും നമ്പർ ഓഫ് ഷെയർസ് എത്ര വരും ഇതിൽ?
Clear, that is 32. Clear. ഏകദേശം 3,20,000 shares. അപ്പോൾ 3,20,000 shares. Clear. Of rupees 20 each. At a premium of rupees 5 per share. Okay. On account of conversion of debenture. Narration എഴുതുമ്പോൾ അങ്ങനെ എഴുതുകയാണ്. Clear. So this is how premium, clear, is treated. Okay. അപ്പോൾ സെക്യൂരിറ്റീസ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിലാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ സെക്യൂരിറ്റീസ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ഡിബെഞ്ചർ കൺവേർഷൻ സമയത്ത് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് പ്രീമിയത്തിലാണെങ്കിൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ടിന് എന്ത് ചെയ്യണം, നീഡ്സ് ടു ബി സ്പ്ലിറ്റ് ഇൻ ടു ബിറ്റ്വീൻ 2 പോർഷൻ. ക്ലിയർ, ദാറ്റ് ഈസ് കൺവേർഷൻ ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ പോർഷനും അതുപോലെ തന്നെ പ്രീമിയം പോർഷൻ. ക്ലിയർ. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. ക്ലിയർ. ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ.